നമ്മളെല്ലാവരും ഈയടുത്ത് കേട്ട വാർത്തയാണ് തൃശ്ശൂരിലെ ചേറ്റുവയിൽ നിന്ന് 30 കോടിയോളം വില വരുന്ന തിമിംഗലത്തിന്റെ ഛർദി വനം വകുപ്പ് പിടിച്ചെടുത്തുന്നത്. സാധാരണ നീലത്തിമിംഗലത്തിന്റെ ഛർദിയല്ല, സ്പേം തിമിംഗലത്തിന്റെ ഛർദിയാണ് ഇവരിങ്ങനെ ഇന്ത്യയിലൂടെ കടത്താൻ ശ്രമിച്ചത്. ഈ തിമിംഗലത്തിന്റെ ഛർദിയെ ആംബർഗ്രീസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആംബർഗ്രീസ് പോലെ തന്നെ, അതായത് തിമിംഗലത്തിന്റെ ഛർദിയെ പോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റൊന്നിനെ കുറിച്ച് കൂടിയാണ് നമ്മുടെ എപ്പിസോഡിൽ നിന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സ് എന്നറിയപ്പെടുന്ന, അതായത് ചിത്രകൂടൻ ശരപക്ഷികൾ എന്നറിയപ്പെടുന്ന ഒരിനം പക്ഷികളുടെ ഉമിനീരിന്, സലൈവയ്ക്ക്, അതായത് അവയുടെ തുപ്പലിന് ലക്ഷക്കണക്കിന് വില വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ ഉമിനീരിന് ഇത്രയധികം വില വരുന്നത്? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പേം വൈലിന്റെ അഥവാ സ്പേം തിമിംഗലത്തിന്റെ ഛർദി അഥവാ ആംബർഗ്രീസ് ഒഴുകുന്ന സ്വർണം എന്നാണ് അറിയപ്പെടുന്നത്. സ്പേം തിമിംഗലത്തിന്റെ ഉദരത്തിലുണ്ടാകുന്ന മെഴുകു പോലുള്ള ഈ സ്രവം അവ ഛർദ്ദിച്ച് കളയുമ്പോൾ ദ്രവാവസ്ഥയിലായിരിക്കും. പിന്നീട് ഒരുപാട് കാലം കടലിൽ ഒഴുകി നടന്ന ജലവും വായുമായിട്ടുള്ള റിയാക്ഷനിലൊക്കെ ഏർപ്പെട്ട് ഇത് ഖരാവസ്ഥയിലാവുകയും ആദ്യമുള്ള ഇതിന്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധം മാറിയിട്ട് നല്ല സുഗന്ധമുള്ള ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നു. കുറേയധികം സമയം നീണ്ടു നിൽക്കുന്ന ഈ സുഗന്ധം കാരണം കുറേയധികം സമയം നീണ്ടു നിൽക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വിലമതിക്കാനാകാത്ത ഒന്നായി മാറി എന്നുള്ളതാണ് ആംബർഗ്രീസ്. ഇനി ഉമിനീരിന് ലക്ഷങ്ങൾ വിലയുള്ള ഇന്ത്യൻ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സ് അഥവാ ചിത്രകൂടൻ ശരപക്ഷികളിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഇവയുടെ നേരിട്ടുള്ള ഉമിനീരിനല്ല, ഇവയുടെ കൂടിനാണ് ഇത്രയും ലക്ഷങ്ങൾ വില വരുന്നത്. ഇവ കൂടുണ്ടാകുന്നത് ഇവയുടെ ഉമിനീര് കൊണ്ടാണ്. പരന്ന പ്രതലത്തിലെ ഒരു കപ്പിന്റെ ആകൃതിയിലാണ് ഇവ കൂടുണ്ടാക്കുക. ജെല്ല് പോലെ കട്ടിയായിട്ടുള്ള ഇവയുടെ ഉമിനീര് കൊണ്ട് 30ഓളം ദിവസത്തെ കഠിനാധ്വാനത്തിലാണ് ഇവ കൂടുണ്ടാക്കുന്നത്. ഇവയുടെ ഉമിനീര് വായു സമ്പർക്കം ഉണ്ടാകുമ്പോൾ തന്നെ കട്ടിയുള്ളതാവുന്നു. അങ്ങനെ ലെയറായി സെറ്റ് ചെയ്താണ് ഇവ കൂടുണ്ടാക്കുന്നത്. വളരെയധികം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇവയുടെ ഉമിനീര് കൊണ്ടുള്ള ഈ കൂട് എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള ഭക്ഷ്യയോഗ്യമായ ഒന്നായി മാറിയെന്നതാണ്. 1 കിലോ കൂടിന് മാർക്കറ്റിൽ $5000 മുതൽ $6000 വരെ അല്ലെങ്കിൽ അതിന് മുകളിൽ വിലയുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന വളരെ റിച്ച് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ചൈനീസ് വിഭവമാണ് ബേർഡ് നെസ്റ്റ് സൂപ്പ്. നേരിയ ഉപ്പരസത്തോട് കൂടിയിട്ടുള്ള സൂപ്പായിരിക്കും ഇത്, കാരണം ഉമിനീരാണല്ലോ സ്വാഭാവികം. 1000ഓളം വർഷങ്ങളായി ചൈനക്കാരുടെ ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ ബേർഡ് നെസ്റ്റ് സൂപ്പ് ഉണ്ട്. ക്യാൻസറിനെ അതിജീവിക്കാനും കുട്ടികൾക്ക് പെട്ടെന്ന് ഉയരം വെക്കാനും എല്ലാം ഇത് സഹായിക്കുന്നു എന്ന് വിശ്വസിച്ചു പോന്നിരുന്നു. ഇന്ത്യൻ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിട്ട് കാണപ്പെടുന്നവയാണ്. ഗുഹകളിലെല്ലാമായിട്ട് വളരെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവ കൂടുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇത് എടുക്കാനായിട്ട് മനുഷ്യന് വളരെ പ്രയാസമായിട്ട് വന്നു. വളരെ പ്രയാസമുള്ള ജോലി ആയതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ ഈ കൂടുകൾക്ക് വളരെയധികം വില മാർക്കറ്റിൽ കൂടി വന്നു. ഈ പ്രയാസമുള്ള പണി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആളുകൾ കണ്ടെത്തിയ വഴിയാണ് സ്വിഫ്റ്റ്ലെറ്റ് ഹോട്ടൽസ്. ഒഴിഞ്ഞ ബിൽഡിങ്ങുകളും മറ്റും ആളുകളുടെ ശല്യമില്ലാത്തത് അത്തരം ഉയരമുള്ള ബിൽഡിങ്ങുകളിൽ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അവിടെ കൂടുണ്ടാക്കിപ്പിച്ച് വിൽപ്പന നടത്താൻ തുടങ്ങി. ഒരുപാട് ആളുകൾ സ്വിഫ്റ്റ്ലെറ്റ് ഹോട്ടൽസിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. സ്വിഫ്റ്റ്ലെറ്റ് ഹോട്ടൽസിന്റെ എണ്ണം വളരെയധികം കൂടി. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞു വന്നു. കാരണം മുട്ടയിട്ട് പ്രജനനം നടത്താനുള്ള കൂടുകളെല്ലാം മനുഷ്യർ എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആവശ്യമായിട്ട് വന്നു. മുട്ടയിട്ടിട്ടുള്ള കൂടുകൾ നശിപ്പിക്കാതെ കിളികളെ ചൂഷണം ചെയ്യാതെയുള്ള നടത്തിപ്പിനെല്ലാം നിർദ്ദേശങ്ങൾ വന്നു വന്നതാണ്. ഈ സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ കൂടുകളിലെ ഏറ്റവും വില കൂടിയ ഒന്നാണ് ബ്ലഡ് നെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒന്ന്. മറ്റുള്ള കൂടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുവപ്പ് കളറിലുള്ള കൂടായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് ബ്ലഡ് നെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ സ്വിഫ്റ്റ്ലെറ്റിന്റെ കൂടുകൾക്ക് ചുവപ്പ് നിറം വരാൻ കാരണമെന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. പഴയ കാലത്ത് പറഞ്ഞിരുന്നത് ഈ കൂടുകളിലെ ചുവപ്പ് നിറത്തിന് കാരണം അത് സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ ചോരയാകാമെന്നാണ്. കുറേയധികം പ്രാവശ്യം ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കി അതിന്റെ ഉമിനീർ ഗ്രന്ഥി വറ്റി വരണ്ട് ചോര വരാൻ തുടങ്ങിയതിനു ശേഷം ഈ ചോര പറ്റിയാകാം ഈ കൂടിന് ചുവപ്പ് നിറം വന്നതെന്നാണ് പഴയ കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. മറ്റൊരു റീസൺ പറഞ്ഞത് സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ ഈ ചുവപ്പ് കൂടുകൾക്ക് കാരണം അതിന്റെ ഭക്ഷണ രീതിയാണെന്നാണ്. കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പക്ഷികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് അവിടുത്തെ താമരയുടെ വിത്തുകൾ. ചില സമയത്ത് ചുവപ്പ് നിറത്തിലുള്ള ഈ താമര വിത്തുകൾ കഴിച്ചതിന് ശേഷം കൂടുണ്ടാകാൻ വരുന്ന സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ ഉമിനീരിന്റെ കൂടെ തന്നെ ഈ ചുവപ്പ് നിറവും കലർന്നു വരുന്നതുകൊണ്ടാകാം കൂടിന് ചുവപ്പ് നിറം കിട്ടിയതെന്ന് മറ്റു അഭിപ്രായങ്ങൾ വന്നിരുന്നു. പല ഗവേഷണങ്ങൾക്ക് ശേഷം ആ നിഗമനമാണ് ബ്ലഡ് നെസ്റ്റിന്റെ ഈ ചുവപ്പ് നിറത്തിന് കാരണം സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സ് കൂട് വയ്ക്കുന്ന ചുറ്റുപാടിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന്. ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകലിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സ് കൂട് വയ്ക്കുമ്പോൾ ഓക്സിജനും വായുവും പിന്നെ ലൈംസ്റ്റോൺ അതായത് ചുണ്ണാമ്പുകലിൽ നിന്നുള്ള മിനറൽസ് എല്ലാം കൂടി വന്നിട്ടുള്ള റിയാക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാം കൂടുകൾക്ക് ചുവപ്പ് നിറം വരാൻ കാരണമെന്നും അഭിപ്രായങ്ങൾ വന്നു. പക്ഷെ ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകലിന്റെ സാന്നിധ്യം ഇല്ലാത്ത സ്വിഫ്റ്റ്ലെറ്റ് ഹോട്ടൽസിലും ഫാമുകളിലെല്ലാം ബ്ലഡ് നെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള വന്ന വിശദീകരണം ഇങ്ങനെയായിരുന്നു. സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സ് കൂട് വയ്ക്കുന്ന പ്രതലത്തിലെ അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്വിഫ്റ്റ്ലെറ്റ് ബേർഡ്സിന്റെ യൂറിനിൽ നിന്നെല്ലാം വരുന്ന സോഡിയം നൈട്രേറ്റിന്റെ റിയാക്ഷന്റെ ഫലമായിട്ടാണ് കൂടുകൾക്ക് ചുവപ്പ് നിറം വരുന്നതെന്നുള്ള നിഗമനത്തിലും എത്തിച്ചേർന്നു. എന്നാൽ ചുവപ്പ് കൂടിന് അഥവാ ബ്ലഡ് നെസ്റ്റിന് വന്ന വലിയ ഡിമാൻഡ്, ഏകദേശം $10,000 വില മാർക്കറ്റിൽ വന്ന സാഹചര്യത്തിൽ ഒരുപാട് ഫേക്ക്
ഫേക്ക് ബ്ലഡ് നെസ്റ്റുകൾ വരാൻ തുടങ്ങി. സാധാരണ വെളുത്തതോ ചാര നിറത്തിലുള്ള സ്വിഫ്ലെറ്റ് ബേഡ്സിന്റെ കൂടുകളിൽ ചുവപ്പ് കളറിലുള്ള സോഡിയം നൈട്രേറ്റ് ആഡ് ചെയ്യുകയും ചുവപ്പ് കളറിലാക്കിയിട്ട് ബ്ലഡ് നെസ്റ്റ് എന്ന പേരിൽ മാർക്കറ്റിൽ വിറ്റടിക്കുകയും ചെയ്തു. ഇത്തരം ഫേക്ക് ബ്ലഡ് നെസ്റ്റുകൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചുവപ്പ് കളർ വിഘടിച്ചു വരുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. എന്തായാലും സ്പേം തിമിംഗലത്തിന്റെ ഛർദി പോലെ വിലയുള്ള ഇന്ത്യൻ സ്വിഫ്ലെറ്റ് ബേഡ്സിന്റെ ഉമിനീരിന്റെ കൂടിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.